ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ഒരു റെഡ് കളർ പേപ്പറും ഒരു വൈറ്റ് കളർ പേപ്പറും എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടിപൊളി ക്യൂട്ടായിട്ടുള്ള സാൻഡ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ രണ്ടും ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം എന്താ ഇങ്ങനെ കോൺ ടു കോൺ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഈ കോർണർ ടു കോർണർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഒരു സൈഡ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഫോൾഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം എക്സസ് ആയിട്ട് വൈറ്റും സൈഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ജസ്റ്റ് ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സ്ക്വയർ പീസ് കട്ട് ചെയ്താൽ ഈ ഒരു കട്ടിങ് പരിപാടിയൊന്നും വേണ്ട, കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെഡിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ടില്ല, അത് എന്തിനാണെന്ന് കൂടെ പറഞ്ഞുതരാം. അതിനുശേഷം എന്താ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രിസ്മസ് കോഡ്സ് എഴുതി കൊടുക്കാം. ദാ ഇവിടെ എഴുതി കൊടുക്കാം. നമ്മൾ സീക്രട്ട് കോഡ്സ് അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലും എഴുതി കൊടുക്കുക കേട്ടോ. ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്രിസ്മസ് ട്രീമിലൊക്കെ നമ്മൾ കോഡ്സൊക്കെ ഹാങ് ചെയ്യില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ എഴുതി കൊടുക്കാം, അതിൻ്റെ ഉള്ളിൽ സീക്രട്ട് കോഡ്സ് എഴുതി കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാതെ വെച്ചത് കേട്ടോ. ഓക്കെ, അതിനുശേഷം എന്താ കോർണർ ടു കോർണർ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ആ കോർണറിലോട്ട് രണ്ട് സൈഡും ഇതേപോലെ കൊണ്ടുവന്ന് ഫോൾഡ് ചെയ്യുക. അതായത് ഒരു ട്രയാങ്കിൾ പീസ് വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്യാം. സെൻറ്ററിലോട്ട് ട്രയാങ്കിൾ പീസ് വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വൈറ്റ് കളർ പുറത്തോട്ട് കാണരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ വൈറ്റ് കളർ ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡ് കളറിന് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വൈറ്റ് തീരെ കാണാതെ വരും. അപ്പോൾ അതാ ഒരു സൈഡ് റെഡ് ഫോൾഡ് ചെയ്തതിന് ശേഷം വൈറ്റ് ഫുള്ള് ഫോൾഡ് ചെയ്തു. അതിന് ശേഷം റെഡ് ഇതാ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അടുത്ത പീസ് അതിനോട് ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ നല്ല ഭംഗിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വൈറ്റ് സൈഡ് ഉണ്ടല്ലോ, അത് കുറച്ച് നിർത്തിക്കൊണ്ട് ബാക്കിലോട്ടൊന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇത്രയും പീസ് നിർത്തിക്കൊണ്ട് ബാക്കിലോട്ട് ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനത് ഈ കാണുന്ന പോലെ ഇങ്ങോട്ട് മുകളിലോട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ആ വൈറ്റ് പീസ് ഒന്നും കൂടെ താഴത്തോട്ട് ജസ്റ്റ് ഒരു ക്യാപ്പിൻ്റെ ഫീലിംഗ് കിട്ടാനായിട്ടുണ്ട്. നമ്മളൊരു സാൻഡയുടെ കാർഡ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ നല്ല ബാക്കിൽ വൈറ്റ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്കിലോട്ട് അതിനൊന്ന് തള്ളി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഈ സാൻഡയുടെ ഈ സൈഡ് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് നമ്മുടെ ചാനൽ ഒന്ന് റെക്കമെൻഡേഷനിലൊക്കെ പോയിട്ടൊന്നും ഇതാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ മോട്ടിവേഷൻ ആയിരിക്കും പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇനി ബാക്ക് സൈഡ് ഇതേപോലെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലോട്ട് ഒരെണ്ണം കൊടുത്തിട്ട് ഒന്ന് ഓവർലാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലോക്കായിട്ട് ഇരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒരു ക്യാപ്പിൻ്റെ ഭാഗമൊക്കെ നല്ല ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ് കേട്ടോ, ഇത് ക്യൂട്ട് സാൻഡായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബിയേഡ് വരുന്ന താടി വരുന്ന ഭാഗമുണ്ടല്ലോ, അതൊന്ന് കറക്റ്റ് ട്രയാങ്കിൾ ആയിട്ടുള്ള സെൻറ്ററിലോട്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലിട്ട് ജസ്റ്റ് 2-3 ഡോട്ട് കണ്ണ് ബ്ലാക്ക് വെച്ചിട്ടും വായ റെഡ് വെച്ചിട്ടും ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തു. ഒരു സ്മൈലിയൊക്കെ വരയ്ക്കുന്ന പോലെ വരച്ചു കൊടുത്തു. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ടേബിളിൽ ഡെക്കോർ ചെയ്ത് വെക്കാം കേട്ടോ. നല്ല വലുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ക്രിസ്മസ് ഡെക്കോറായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് ക്രിസ്മസ് കാർഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ക്രിസ്മസ് കാർഡായിട്ട് ഉള്ളിൽ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലും എഴുതിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് സീക്രട്ട് കാർഡാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമ്മുടെ ഇപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയമല്ലേ. അപ്പോൾ ഇതേപോലെ ചെയ്ത് ക്രിസ്മസ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഇതൊരു വെറൈറ്റി കാർഡ് തന്നെയായിരിക്കും ക്രിസ്മസ് കാർഡിലാണെങ്കിലും. അതുമാത്രമല്ല ഇതിന് മൾട്ടി യൂസസ് ആണ്. നമ്മുടെ ടേബിൾ ഡെക്കോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുകൂടാതെ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്തിടാം, ക്രിസ്മസ് കാർഡായിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ എല്ലാം എടുക്കാം. നല്ല ക്യൂട്ടായിരിക്കും നമ്മുടെ ടേബിളിലൊക്കെ ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്ത് വെച്ചാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കണം.